ശബരിമലയിൽ ഇന്ന് 5ാം തിരുവുത്സവം. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ വിളക്കെഴുന്നള്ളിപ്പ് ഇന്ന് തുടങ്ങും. ഉത്സവ ബലി, പടിപൂജ, മുളപൂജ, ശ്രീഭൂത ബലി എന്നിവയാണ് ഇന്നത്തെ മറ്റ് പ്രധാന ചടങ്ങുകൾ. 10ാം തീയതി പള്ളിവേട്ടയും 11ാം തീയതി പമ്പയിൽ ആറാട്ടും നടക്കും. ശ്രേഷ്ഠമായ ചടങ്ങുകളോടെ അയ്യപ്പസ്വാമിയുടെ തിരുവുത്സവം ഇന്ന് 5ാം ദിവസം. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ വിളക്കെഴുന്നള്ളിപ്പ് ഇന്ന് തുടങ്ങും. രാത്രി ശ്രീഭൂതബലിക്ക് ശേഷമാണ് വിളക്കെഴുന്നള്ളിപ്പ്. ശ്രീഭൂതബലിയുടെ 4ാമത്തെ പ്രദക്ഷിണത്തിന് ശേഷം വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങും. ആനപ്പുറത്താണ് ഭഗവാൻ എഴുന്നള്ളുന്നത്. രാത്രി 10:30 ഹരിവരാസനം പാടി ഇന്ന് നടയടയ്ക്കും. രാവിലെ 5 മണിക്ക് നട തുറന്ന് പതിവ് പൂജകൾക്ക് ശേഷം രാവിലെ 10:30 ഉച്ചപൂജ. ഉത്സവബലി നടക്കുന്നതുകൊണ്ട് ഉച്ചപൂജ ഇപ്പോൾ നേരത്തെയാണ് പൂർത്തിയാക്കുന്നത്. 11:30 ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കും. ഉത്സവബലി ചടങ്ങുകളുടെ സമയത്ത് ഭക്തർക്ക് ദർശനം ഉണ്ടാവുകയില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് ഉത്സവബലി ദർശനം. വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് 6:30 ദീപാരാധന. 7 മണിയോടുകൂടി പടിപൂജ. 7:45 മുളപൂജ. 9 മണിക്ക് ശ്രീഭൂതബലി. 9:30 വിളക്കെഴുന്നള്ളിപ്പ്. 10:30 ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇന്നും ശരാശരിക്ക് അടുത്ത് ഭക്തജനങ്ങളാണ് ദർശനത്തിന് എത്തുന്നത്. രാവിലെ ഇന്നലെയാണ് കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ദർശനം നടത്തിയത്. 13,965 ഭക്തജനങ്ങളാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമെന്നുള്ള കണക്കുകൂട്ടലുണ്ട്. വിഷുവിനോട് അടുക്കുന്ന ദിവസങ്ങളിലാണ് ഈ 18 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ 10ാം തീയതിക്ക് ശേഷമൊക്കെ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ എത്തുന്ന ഭക്തജനങ്ങൾക്കും കഴിഞ്ഞ ദിവസങ്ങളിലേത് എന്നതുപോലെ തന്നെ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. 18ാം പടി തൊട്ട് വണങ്ങി കയറി മുന്നോട്ട് നീങ്ങി കൊടിമരച്ചുവട്ടിൽ നിന്നും നേരിട്ട് ബലിക്കൽ പുര വഴി ദർശനം നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. സുഗമമായ ദർശനം ഈ ദിവസങ്ങളിൽ 1ാം തീയതി നട തുറന്നപ്പോൾ മുതൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നു. തിരക്ക് വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 10ാം തീയതിക്ക് ശേഷം ക്രമീകരണങ്ങൾ വിവിധ വിഭാഗങ്ങളോട് കൂടുതൽ ക്രമീകരണങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിഷു പൂജകളോടനുബന്ധിച്ച് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് വിഷുക്കാലത്താണ്. വിഷുക്കണി ദർശനം ഒക്കെ തൊഴുന്നതിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്തും എന്നുള്ള വിലയിരുത്തലിൽ വിവിധ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷുക്കണി ദർശനം ഏപ്രിൽ 14ാം തീയതി പുലർച്ചെ 4 മണി മുതൽ ആരംഭിക്കും. ഇനി ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് 10ാം തീയതി പള്ളിവേട്ടയാണ്. 10ാം തീയതി രാത്രി 9 മണിക്ക് ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത്. 11ാം തീയതി രാവിലെ 9 മണിക്ക് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പുറപ്പെടും. രാവിലെ 11 മണിക്ക് പമ്പയിൽ ആറാട്ട്. വൈകിട്ട് 4 മണിക്ക് തിരിച്ചെഴുന്നള്ളത്ത്. ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോൾ 10 ദിവസത്തെ അയ്യപ്പസ്വാമിയുടെ തിരുവുത്സവത്തിന് കൊടിയിറങ്ങും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.